അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, നമ്മളെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് അതെത്തുകയും ഒരുപാട് പ്രതികരണങ്ങളൊക്കെ വന്നു. ഇനി നമ്മൾ പുതിയ കാലത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് തോന്നുന്നു. മഹല്ലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പാരമ്പര്യ ദർസി സംവിധാനങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ തന്നെ ഉള്ള ഒരു സംഗതി, ആ ദർസിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും മറ്റൊക്കെ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് നന്നാവും. ചർച്ച കൊണ്ടുവരേണ്ട മാറ്ററാണ്. വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വളരെ പ്രഗത്ഭരായ ഒരുപാട് പേര് വളരെ പോസിറ്റീവായിട്ട് പ്രതികരണങ്ങൾ അറിയിച്ചതുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നും നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചർച്ച ദർസ് എന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന് ലോകത്ത് അവൈലബിളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം വെച്ച് ദർസാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സമഗ്രതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ മബ്ലഗ്, അതിൻ്റെ ലക്ഷ്യം ഒരു സമൂഹത്തെ ചേഞ്ച് ചെയ്യലാണ്, ഒരു സമൂഹത്തെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. കാരണം ഒരു ദർസ് ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലെ സൊസൈറ്റിയുടെ ഘടനയെ അടിമുടി ബാധിക്കുന്ന രീതിയിലാണ് ദർസ് വർക്ക് ചെയ്യുന്നത്, മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപേക്ഷിച്ച്. ഉദാഹരണത്തിന്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്തേവാസികൾ, അവിടുത്തെ താമസക്കാർ, ഈ താമസക്കാരുടെ ഭക്ഷണം, അതിൽ എല്ലാവരും ഇൻക്ലൂസീവാണ്, സമൂഹം ഇൻക്ലൂസീവാണ്. സമൂഹം അത് ആദരവോടെ ഇഷ്ടത്തോടെ ഏറ്റെടുക്കും. ഒരു വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ദിവസം എപ്പോഴാണ്? ഈ വിദ്യാർത്ഥികൾ വരുന്ന ദിവസം. അങ്ങനെ അത് സമൂഹത്തെ മൊത്തത്തിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചിന്ത വന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ ദർസാണ്. ആ ദർസ് സംവിധാനം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ആ ദർസി സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെ മാറ്റാൻ ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ്, വസീലയാണ്, മാർഗമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ദർസുകളും പരമ്പരാഗത ദർസുകളും. അപ്പോൾ പരമ്പരാഗത ദർസുകൾ അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ അതിലൂടെ പോകണം. രണ്ട് കാര്യമാണ്. ഒന്ന്, ചരിത്ര പശ്ചാത്തലം വിലയിരുത്തണം. രണ്ട്, അതിൻ്റെ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒരു മടക്കം ഇന്നും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, പഴയ കാലത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളീയ ചരിത്രം പഠിച്ചു നോക്കിയാൽ പൊന്നാനി കേന്ദ്രീകൃതമായി നടക്കിയ ഒരു ദർസ് മൂവ്മെൻറ്റ്, ആ ചലനം വലിയ വിപ്ലവം തീർത്തിട്ടുണ്ട്. ദേശീയതക്ക് അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രതക്ക് വളർച്ച നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇസ്ലാമികമായി ഭൗതികമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതല്ലാത്ത ഒരു ശൃംഖല, അഥവാ കോഴിക്കോട് ചാലിയം കേന്ദ്രമായി അങ്ങനെയും വലിയൊരു ചരിത്രം, വൈജ്ഞാനികമായ മുന്നേറ്റം നടന്നത് ഇപ്പോൾ വായനക്ക് അവൈലബിളാണ്. നമ്മുടെ SOS-ൻ്റെ കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിനോടനുബന്ധമായി ഇറക്കിയ പുസ്തകങ്ങളിൽ ചരിത്രം അത് പരാമർശിക്കുന്നുണ്ട്. വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന് വളരെ വിഭവസമൃദ്ധമായ ഒരു പഠനമാണ്. ഏതായാലും അങ്ങനെ ഒരു ചരിത്രം ദർസി മേഖലക്ക് ഉണ്ട്. അതായത് വൈജ്ഞാനികമായി സമൂഹത്തെ മാറ്റം വരുത്തും. അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഉണ്ട്. അതായത് കാലത്തുണ്ട്, അത് കേരളത്തിൽ അതിൻ്റെ തുടർച്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് മലയാള ഭാഷക്ക് അതിൻ്റെ സ്വത്വം രൂപപ്പെടുന്നതിന് മുമ്പേ ഇവിടെ രചനകൾ നടക്കാനുണ്ടായ കാരണം ഈ ഒരു വൈജ്ഞാനിക മുന്നേറ്റമാണ്. കാരണം ഖാദി മുഹമ്മദ് പോലെയുള്ള വലിയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഇത്തരം രചനകൾക്ക് മുതിരുന്നത് ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. വൈജ്ഞാനിക വളർച്ചയാണത്. കേരളത്തിലെ ഓരോ സഹോദരിമാരും അവരുടെ ഇപ്പോൾ ഒരു വിവാഹത്തിന് അവർ യോഗ്യരാണോ അല്ലെങ്കിൽ അവർ വൈജ്ഞാനികമായി മുന്നേറ്റമുള്ളവരാണോ എന്നും അളക്കാനുള്ള മാനദണ്ഡം പോലും അവർക്ക് വൈദ്യമാല പാരായണം ചെയ്യാൻ പറ്റുമോ എന്നാണ് പറഞ്ഞാൽ. അതിലൊരു വൈജ്ഞാനിക മുന്നേറ്റം ഉണ്ട് അവിടെ. അവർക്ക് ജീവിതത്തിൽ പുരോഗതിയുണ്ട്, ജീവിതത്തിൽ അതിൻ്റെതായ തലത്തിൽ പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി എക്കാലവും വൈജ്ഞാനികമായി എന്താണ്
സമഗ്രമാണ്. ആസ് എ സൊസൈറ്റി എന്ന് പറയുകയാണ് വിലയിരുത്തുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എക്കാലത്തും എന്താണ് വൈജ്ഞാനികമായി മുൻനിരയിൽ നിന്നിട്ടുണ്ട്. നല്ല ഡിജിറ്റൽ ലോകത്ത് വളരെ സാധ്യമാണ്. അതായത് പുതിയ കാലത്തും അതിൻ്റെ സാധ്യതകൾ വളരെ ഏറെയാണ്. സാധ്യതകൾ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ സാധ്യതകൾ കൂടുതലാണെന്ന് പറയുകയാണ് വേണ്ടത്. ദർസ് ഇനിയും സജീവമാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പണ്ടത്തെ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ പലയിടങ്ങളിലും ദർസ് ഉണ്ടായിരുന്നു. ദർശനായിട്ട് മൗഖൂഫായ സ്ഥലം, ദർശനായ മൗഖൂഫായ വസ്തുക്കൾ, പല ഭൂമിയിലെ വസ്തുക്കൾ, തേങ്ങ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഇമ്പാക്റ്റ് സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ്. അതായത് സമൂഹത്തിൽ ഇത്ര വിപ്ലവം തീർക്കുന്നത് കൊണ്ട് തന്നെ, കാരണം അത് ഒരർത്ഥത്തിൽ ഒരു സമൂഹത്തെ സമഗ്രവൽക്കരിക്കുന്നു, മറ്റൊന്ന് ഏതൊരാൾക്കും ആശ്രയിക്കാവുന്നൊരു കേന്ദ്രം. ദർസിൻ്റെ പൊതു സ്വഭാവം, ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വൈദേശികരായി അവിടെ താമസിച്ചു പഠിക്കുന്നു, മറ്റൊരു വിഭാഗം നാട്ടുകാർ തന്നെ അവരുടെ സന്ദർഭോചിതമായ രീതിയിൽ സമയത്താണോ അവർ വരുന്നത് അവർക്ക് ഇൽമ നേടാനുള്ള വഴി അവിടെ ഒരുങ്ങുന്നു. അപ്പോൾ ആ നാട്ടിൽ രണ്ട് രീതിയിൽ പുരോഗതി സംഭവിക്കുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വൈദേശികരും അതുപോലെ തന്നെ ഡേ സ്കോളേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡേ സ്കോളേഴ്സും എന്ന് പറയാം. അങ്ങനെ രണ്ട് രീതിയിൽ. പ്ലസ് അവിടെ മറ്റു സമൂഹത്തിൽ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്, എന്നാൽ എവിടെ പറയാം? ഈ കേന്ദ്രത്തിൽ വന്ന് പറയാം. അഥവാ അവർക്ക് ആവശ്യമായ കോച്ചിങ്, അവർക്ക് ആവശ്യമായ മെന്ററിങ് അവിടെ ലഭിക്കും. നമ്മളെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ പള്ളിയിൽ പോയി പറയാ എന്നുള്ളത് പോസിബിൾ ആയിരുന്നു. ഒരു പോസിറ്റീവ് ടേംസ് ആണ് ആ സാധനം. പക്ഷെ അത് പിന്നീട് പല ഉപയോഗിച്ചു. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു തലമുള്ളതാണ് ദർസ്. അപ്പോൾ ആ ദർസിന് പുതിയ കാലത്തും സാധ്യതകളുണ്ട്. സാധ്യതകളിൽപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ വളരാൻ ഉദ്ദേശിക്കുന്നവർ, ഏതർത്ഥത്തിലും വൈജ്ഞാനികമായി വളരാൻ, സംരംഭകത്വത്തിൽ വളരാൻ, ഇനി നല്ല മതപാണ്ഡിത്യത്തിൽ വളരാൻ, ഇങ്ങനെ എല്ലാ മേഖലയിൽ വളരാൻ ഉദ്ദേശിക്കുന്നവർക്കും കേന്ദ്രമായി ദർസ് രൂപപ്പെടണം. ഇനിയും അങ്ങനെ തന്നെ വരണം. എന്ത് സംഭവിക്കരുതെന്ന് ചോദിച്ചാൽ, ദർസ് എന്നത് ഒരു കഴിവ് കുറഞ്ഞവർക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള, അവരെ തിരഞ്ഞെടുക്കാനുള്ള, അവർക്ക് അഭയം നൽകാനുള്ള, 10ാം ക്ലാസ് തോൽക്കുകയോ അല്ലെങ്കിൽ പരീക്ഷയിൽ ഫെയിലാവുകയോ ചെയ്യുന്ന കുട്ടികളെ മാത്രം കൊണ്ടാക്കുന്ന സംവിധാനമായി മാറരുത്. അതാകരുത്. അവിടെ രണ്ടർത്ഥത്തിൽ, അതായത് പരീക്ഷയിൽ പരാജയപ്പെട്ടാലും അവരെയൊക്കെ എന്താശ്രയിക്കാൻ പറ്റണം. എങ്ങനെ? അതായത് പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഒരു കൊള്ളരുതായ്മയല്ല. വിദ്യാർത്ഥികളിലെ വ്യത്യസ്തതകൾ ഉൾക്കൊള്ളാൻ അധ്യാപകർക്ക് പറ്റാതിരിക്കുമ്പോഴാണ് അവർ പരാജയപ്പെടുന്നത്. നല്ലൊരു പരിസരത്തുള്ളവർ അത് കഴിയുന്നില്ല. അവരുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ അധ്യാപകർക്കോ കഴിയാതിരിക്കുമ്പോഴാണ് അവർ പരാജയപ്പെടുന്നത്. അത്തരം ആൾക്കാർക്കും ഇവിടെ അഭയം തേടാൻ പറ്റണം. അതോടൊപ്പം ഈ അവരുടെ പൊതുപഠന രീതിയിൽ പരീക്ഷകളിലെല്ലാം മികവുറ്റവർക്കും ആശ്രയിക്കാൻ ഇവിടെ പറ്റണം. അങ്ങനെ ദർസി സംരംഭങ്ങൾ വളർന്നു വരണം. അപ്പോഴാണ് അത് നമ്മുടെ മുസ്ലിം സൊസൈറ്റിയെ ശാക്തീകരിക്കാൻ ഉപകാരപ്പെടുന്നതാകുന്നത്. ഒരു നാട്ടിലൊരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു ദർസ് സംവിധാനം ഉണ്ടായാൽ ആ മഹലിന് വലിയൊരു പുരോഗതി ഉണ്ടാകും. വലിയൊരു വർധനവ്, വലിയൊരു നന്മയിലെ വർധനവ്, ബർക്കത്ത്, അത് ആ നാടിനുണ്ടാകും. അപ്പോൾ അത് ധാരാളമായി വരണം. പക്ഷെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് ഈ ദർസ് ലീഡ് ചെയ്യുന്നവർക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു പരിശീലനം ലഭിക്കണം. കാരണം അവരുടെ മനസ്സിലാണ് ഈ ഒരു ആശയഗതി രൂപപ്പെടേണ്ടത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു നിർമ്മാണം അവിടെ നടക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു ആശയം രൂപകൽപ്പന ചെയ്യപ്പെടണം. മറിച്ച് ഒരു ദർസ് ലീഡ് ചെയ്യുന്നൊരു മുദരിസിന് എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടണം, എനിക്ക് ജീവിക്കാൻ ഒരു 10 കുട്ടികളുണ്ടാകണം, ആ ഒരു ചിന്താഗതിയിൽ പോകുന്ന ഒരു മൂവ്മെൻ്റായി ദർസി മൂവ്മെൻറ്റ് മാറരുത്. ദർസ് ചലനം അങ്ങനെ മാറരുത്. അങ്ങനെ മാറിയതൊന്നും നമ്മൾ പറയുന്നില്ല. നാട്ടിന് മാറ്റാൻ ഒരു ചിന്ത ഈ മുദരിസിന് കഴിയും. പക്ഷെ അതിന് അങ്ങനെ ഒരു പ്ലാനും അങ്ങനെ ഒരു പരിശീലനവും ലഭിച്ചിരിക്കണം. ഈ ലഭിച്ചിരിക്കുന്ന നേരത്താണ് നമ്മളെ ഹാപ്പി സോണിൻ്റെ ഇൻ്റർവെൻഷൻ, ഇടപെടൽ, മുദരിസ് അക്കാദമി, മുദരിസ് കോൺക്ലേവ്, അതെ, അത് പ്രധാനമാകുന്നത്. ഇപ്പോൾ മുദരിസ് അക്കാദമി എന്ന പേരിൽ നമ്മൾ
മുദരിസുമാർക്ക് ഈ വിഷയത്തിൽ അഡ്വാൻസ് ട്രെയിനിങ് അതൊരു അവിശ്വസനീയമാണെന്ന് തോന്നാം. കാരണം ഒരു ശമ്പളം ആവശ്യപ്പെടാതെ ഒരു സൊസൈറ്റിയിൽ ഇത് സേവനം ചെയ്യുകയും എന്നാൽ ആരുടെയും ഔദാര്യമില്ലാതെ തന്നെ നമുക്ക് സാധാരണ ശമ്പളം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സൊസൈറ്റിക്ക് അത് ഉണ്ടാക്കി തീർക്കുന്ന മാറ്റം വളരെ പോസിറ്റീവാണ്. മുദരിസ് അക്കാഡമിയുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ ഉടനെ പലരുടെയും ഗ്രൂപ്പിലുള്ള ഫീഡ്ബാക്കുകൾ കാണുമ്പോൾ വളരെ അതിശയം തോന്നുന്നു. കാരണം അവർ 8-10 കൊല്ലം ഇതുവരെ ഒരു മഹലിൽ നിന്ന പല മുദരിസ്മാരുമാണ് ഇതിൽ വരുന്നത്. നല്ല കഴിവുറ്റ മുദരിസ്മാർ. അവർ ചെറിയൊരു നമ്മുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സമയത്ത് അവരുടെ മഹലിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്കും അത്ഭുതം, അത് ഗ്രൂപ്പിൽ പങ്കുവെക്കും ചെയ്യാണ്. നമുക്കും വലിയ ചാരിതാർത്ഥ്യം തോന്നുന്നു. അൽഹംദുലില്ലാ. കാരണം ഇത്രയും കാലം സേവനം ചെയ്ത് പരിചയമുള്ള പ്രഗത്ഭർക്ക് പോലും അവരുടെ ചെറിയൊരു പരിശീലനം കിട്ടുമ്പോഴേക്ക് അതിൻ്റെ തുടക്കത്തിലുള്ള പരിശീലനം കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അഡ്വാൻസ് വരുന്നില്ല. അപ്പോൾ ആ തുടക്കത്തിലുള്ള പരിശീലനത്തിൽ തന്നെ അവരെത്രയാണ് അതിൽ ഈ വർഷം പിരിയണമെന്ന് തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് തീരുമാനിച്ചിടത്ത് കമ്മിറ്റിക്കാർ പറയുന്നു അവരിവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നു. തിരിച്ചെല്ലാ അർത്ഥത്തിലും പരസ്പരം അദ്ദേഹത്തിനും തിരിച്ചതുപോലെ ഫീൽ ചെയ്യുന്നു. നേരത്തെ നമ്മൾ അത്ര ഫലിക്കൂല എന്ന് തോന്നിയ നമ്മുടെ പ്രവർത്തനം ഫലിക്കില്ല എന്ന് തോന്നിയ ആൾക്കാരിൽ അത് ഫലിക്കുന്നു. അപ്പോൾ നമ്മളെ പരസ്യം വിടുമ്പോൾ തന്നെ പലപ്പോഴും ചില ഉസ്താദന്മാർ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അങ്ങനെ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവരുടെ ഒരൊറ്റ സെഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനേക്കാളെല്ലാം ഉപരി ഇതൊന്നും പരിഹാരമല്ല എന്ന് ചിന്തിക്കുക. മറ്റൊന്ന് പരിഹാരമായി നമ്മൾ പലപ്പോഴും നിർദ്ദേശിക്കാറുള്ള പരിഹാര പ്രക്രിയകൾ വളരെ സിമ്പിളാകുമ്പോൾ ഇതുകൊണ്ടൊന്നും എന്തായാലും മാറില്ല എന്ന് പറയും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്ക് മാറി ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട്. അപ്പോൾ ട്രെയിനിങ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ദർസി മേഖലയിൽ നമുക്ക് വിപ്ലവങ്ങൾ തീർക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പലതരത്തിലുള്ള ജീർണതകൾ, ഇപ്പോൾ ഫാഷനിലുള്ള ജീർണതകൾ പലപ്പോഴും നമ്മുടെ മക്കൾ. ഇപ്പോൾ ഇന്നലെ ബിനിയാന്ന് ഞാനൊരു വിദ്യാർത്ഥിയെ കാണുന്നു. ആ വിദ്യാർത്ഥി ഹെയർ ഡ്രസ് ചെയ്തിരിക്കുന്നത് വളരെ അപരിഷ്കൃതമായി എന്നാണ് പറയേണ്ടത്. നമ്മൾ തൽക്കാലം നമ്മുടെ സമൂഹത്തിന് വേണ്ടി പരിഷ്കൃതമായി പറയുന്നത്. ഈ അപരിഷ്കൃത പേറുമ്പോൾ ആ കുട്ടി ഇങ്ങനെ വഷളാകുന്നുണ്ട്. ശരിക്കും അവനറിയുന്നില്ല. പക്ഷേ ഈ വഷളാകൽ അവനെ പിന്നീട് എന്തിൽ നിന്നൊക്കെയോ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഈ പിന്നോട്ട് വലിക്കലുകൾ പലപ്പോഴും അവൻ്റെ സ്വത്വത്തിൽ നിന്നുകൂടിയാണ് അവനെ പിന്നോട്ട് വലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു സ്വത്വമായി അവൻ്റെ അഡ്രസ്സായി കരുതിയിരുന്ന ഒരു ഇസ്ലാം, ഒരു മുസ്ലിം, ഒരു പള്ളി, ഇങ്ങനെയുള്ള സ്വത്വങ്ങളിൽ നിന്നെല്ലാം അവൻ അറിയാതെ അവൻ പിൻവലിക്കപ്പെടുന്നു. പക്ഷെ അവനിതിട്ട് ഉപേക്ഷിക്കാൻ കഴിയുന്നുമില്ല, ഇതിനെ നിഷേധിക്കാൻ കഴിയുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശങ്കകൾക്കിടയിൽ കിടന്ന് ഇവർ പ്രയാസപ്പെടുകയാണ്. എന്നാൽ ഇതിലെല്ലാം കൗതുകം എന്താ, ഇന്നലെ ഒരു കുട്ടി ഇതുപോലെ ഹെയർ ഡ്രസ്സിങ് ചെയ്ത സമയത്ത് അവൻ്റെ പ്രയോഗത്തിൽ ഞാനിങ്ങനെ വളരെ ഫ്രണ്ട്ലി സംസാരിച്ചപ്പോൾ ചങ്ങായിമാരുടെ ഇടയിലൊക്കെ, അപ്പോൾ ഈ ചങ്ങായിമാരുടെ ഇടയിൽ സ്വീകാര്യനാകാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവനിഷ്ടമുണ്ടായിട്ടില്ല. അപ്പോൾ ചങ്ങായിമാരുടെ ഇടയിൽ, അപ്പോൾ ഇങ്ങനെ ചില ടേംസുകൾക്കിടയിൽ കിടന്ന് ഇവരിങ്ങനെ സങ്കീർണമായി കൊണ്ടിരിക്കാൻ, അങ്ങനെ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും അവരുടെ സ്വത്വത്തിലേക്ക് മടങ്ങാൻ അവരെ സഹായിക്കുന്ന ഒരു സിസ്റ്റം ദർസ് അങ്ങനെ മാറും. ഇനിയും ആ സംവിധാന സിസ്റ്റത്തിലേക്ക് വരണം. അതിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുദരിസ് അക്കാദമി, അതായത് മുദരിസ് കോൺക്ലേവുകൾ നമ്മൾ നടത്തി. അതായത് അതിൻ്റെ ഒരു ബേസിക് സെഷൻ നടത്തി. അതിൽ ഒരുപാട് പേര് വന്നു. അവരൊക്കെ അൽഹംദുലില്ലാ സംതൃപ്തരാണ് എന്നതോടൊപ്പം അതിൻ്റെ അഡ്വാൻസിലേക്ക് വരാൻ ശതമാനം, ഞാൻ അതിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ 1% അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ തൽപരരാണ്, അവർ അതിൽ സംതൃപ്തരാണ്, അവരടുത്തത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലെ ദർസിനെ അറിയാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ ടോക്ക് സീരീസ് സെറ്റ് ചെയ്യുന്നത്.
അല്ലാതെ എല്ലാവരെയും ഒരേപോലെ നമ്മൾ ഈ വിഷയം കൊട്ടിഘോഷിച്ച് വിളിക്കേണ്ടതില്ലല്ലോ. അതേസമയത്ത് ഇത് അറിയേണ്ടവരെക്കുറിച്ച്, അറിയാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി നാം ഈ ഒരു ലീഡർഷിപ്പിലേക്കും കൂടി വരാൻ ഇത്തരമൊരു ഇത് ലീഡ് ചെയ്തുകൊണ്ട് മറ്റു മഹല്ലുകളെയും ഇതിനൊക്കെ ലീഡ് ചെയ്യാനും കൂടിയും താല്പര്യമുള്ള മുദരിസ്മാരുണ്ടെങ്കിൽ അവർക്കൊന്നും കൂടി, അതായത് മഹല്ലിനെ ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അങ്ങനെ മഹല്ലിനൊക്കെ ഒരു മാറ്റം വരണം. സാധാരണ നമ്മൾ മഹല്ലുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ടോക്ക് സീരീസിൽ സംസാരിച്ചല്ലോ, മഹല്ല് എന്ന് പറയുന്നത്, ഈ മഹല്ല് എന്ന് പറയുന്നത് എല്ലാം ആണെന്ന് കരുതുന്നുണ്ട്. പക്ഷെ മഹല്ല് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെ വിലയിരുത്തേണ്ടി വന്നാൽ, ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടി വന്നാൽ, അപ്പം നമ്മളിങ്ങനെ നാണം കെടും. ഓ, ഇതിനായിരുന്നോ ഇത്രയും മാത്രം, ഇതിനു വേണ്ടിയായിരുന്നോ നമ്മൾ മഹല്ല് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചിരുന്നത്? മറിച്ച് മഹല്ല് എന്ത് ചെയ്തു, ഒരു സോഷ്യൽ എന്ത് ഗ്രോത്ത് ഉണ്ടാക്കി, എന്ത് വളർച്ചയുണ്ടാക്കി എന്ന് വിലയിരുത്തുന്നിടത്ത്. അപ്പം അവരെ നയിക്കാനും ആരാ വേണ്ടത്? ഈ സോഷ്യലി ഒരു സമൂഹത്തിൽ വിദ്യാർത്ഥികളുടെ ബിഹേവിയർ എത്രത്തോളം ചേഞ്ച് വരുത്തി, ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിവിടെ തെളിയിക്കാൻ പറ്റണം. 10 ആള് പള്ളിയിൽ വരുന്നവരുണ്ടെങ്കിൽ അത് 12, 20, 30, 40 ആക്കിയിട്ടുണ്ടോ എന്നാണ് അവിടെ ചിന്തിക്കുക. അപ്പോഴാണ് അതിൽ മാറ്റം വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഉള്ളത് തന്നെ, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് തന്നെ 10 ആൾ വരുന്നത് 6 ആളാകുക എന്നത് അത് സാമർത്ഥ്യമല്ല, മറിച്ച് ഇതാണ് സാമർത്ഥ്യം. അവരിൽ മാറ്റം ഉണ്ടാവുക, വൈജ്ഞാനികമായി മാറ്റം ഉണ്ടാവുക, അവരുടെ സാമൂഹിക നിലവാരം മാറ്റം ഉണ്ടാവുക, അവരുടെ ആരോഗ്യ നിലവാരം മാറ്റം ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ആരോഗ്യം മഹല്ല് കമ്മിറ്റിക്കും കഴിയണം. അവരുടെ പ്ലാൻ കൊണ്ട് സംഭവിക്കണം. അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം, രാഷ്ട്രത്തിൻ്റെ നിർമ്മാണാത്മകത, അതിൽ ഇടപെടാൻ കഴിയണം. ഗ്രൗത്ത് ഉണ്ടാക്കാൻ, വളർച്ച ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സത്യത്തിൽ ദർസ്. എന്ന് മാത്രമല്ല, നമുക്ക് ഇനിയൊരു ചർച്ച വരേണ്ട ഒരു വിഷയമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൾച്ചർ, സ്ഥാപന സംസ്കാരം. ഇപ്പോൾ ഉള്ള സ്ഥാപന സംസ്കാരമാണോ വേണ്ടത്? ഒരു പൊളിച്ചെഴുത്ത് ഇവിടെ ആവശ്യമുണ്ട്. അതായത് സ്ഥാപന സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്ഥാപനങ്ങൾ കൂടുതൽ ഭാരിച്ച ചിലവുകളിലേക്ക് പോകുന്ന അവസ്ഥ. ഈ ചിലവുകളെല്ലാം സമൂഹത്തിലെ ഒരു ചെറിയ ഒരു വിഭാഗം തന്നെ വഹിക്കേണ്ട ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ വേണോ? അതല്ല, സമൂഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ഒരുപോലെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുകയും ചിലവ് ഗണ്യമായി കുറക്കാനും കഴിയുന്ന ദർസി സംവിധാനം ഏതാ നല്ലത്? അപ് ടു ഡേ ആയി ഇഫക്റ്റ് സമൂഹത്തിലേക്ക് എത്തുന്ന ദർസ് വേണോ? അല്ലെങ്കിൽ മന്ത്ലി വൺസ്, മാസത്തിലൊരിക്കൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൾച്ചർ വേണോ? ആലോചന വേണം. ഒറ്റ സ്ഥാപനവും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, സ്ഥാപനങ്ങളുടെ വളർച്ചാഗതി എങ്ങോട്ട് നീങ്ങണം, അതിൽ ഇനിയും ആലോചനകളും ചിന്തകളും ആവശ്യമുള്ളതാണ്. അതായത് വിമർശിക്കാൻ, കേവലം വിമർശനമല്ല, കുറ്റാരോപണത്തിലൂടെയുള്ള വിമർശനമല്ല, ആരോഗ്യകരമായ ഒരു വിമർശനം ആവശ്യമുള്ള മേഖലയാണ്. ഇപ്പം നമ്മൾ ദർസിനെ കുറിച്ച് പറയുന്നു. ദർസ് അതൊരു സമഗ്രതയുള്ള വിദ്യാഭ്യാസ സംവിധാനമാണ്. ആ സമഗ്രത ഇന്നും സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമഗ്രമായൊരു ദർസിനെ ഇന്നും സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് എപ്പോഴും എനിക്കങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ആലോചിക്കുക, ഈ സമഗ്രതയും ഇത്തരം വിഷയങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് പല പള്ളികളിൽ നിന്നും ദർസ് ഇല്ലാതായി പോകുന്നത്. തീർച്ചയായിട്ടും. അതായത് ദർസ് അപ്രസക്തമാകുന്നു. ഈ ലക്ഷ്യങ്ങളിൽ എത്താതിരിക്കുമ്പോൾ അപ്രസക്തമാകുന്നു. ചിലരൊക്കെ ചിന്തിക്കുന്ന എന്തിനാ ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത് എന്നിവരെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിപ്പോയി എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ മറ്റു വിദ്യാർത്ഥികൾക്കുള്ള മൂല്യങ്ങൾ പോലും ഇവർക്കില്ലേ എന്ന് പോലും ചിന്തിക്കുന്നു. അതിൻ്റെ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. കാരണം മൂല്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കാരണം പല പശ്ചാത്തലങ്ങളിൽ നിന്ന് ദർസിലേക്ക് വരുന്നു. അവരൊരു വളർച്ചാ ഘട്ടങ്ങൾ താണ്ടി ഒരു ഇടത്തെത്തണമെങ്കിൽ സമയമെടുക്കുമായിരിക്കും. അതിന് മുദരിസിന് കൃത്യമായി പ്ലാന് വേണം. അദ്ദേഹം അതിൽ നിപുണനായിരിക്കണം. അദ്ദേഹത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട ആളായിരിക്കണം. അങ്ങനെയൊക്കെ കവർ ചെയ്യുമ്പോഴാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. സൊസൈറ്റിയുടെ സഹകരണം ആവശ്യമാണ്. അങ്ങനെ എല്ലാം പഠിച്ചു മനസ്സിലാക്കി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു സംവിധാനമായിട്ട് ദർസ് സംഭവിക്കണം. അങ്ങനെ ആണ് ശരിയായ ദർസ്. അപ്പോൾ ദർസിൻ്റെ ഗതകാല ചരിത്രം അതാണ്. ആ ഗതകാല ചരിത്രത്തിലേക്ക് ദർസ് സഞ്ചരിക്കണം. അത്തരം ദർസുകൾ ധാരാളം സൃഷ്ടിക്കപ്പെടണം. ദർസിൻ്റെ അനിവാര്യത ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ
ഇതിൽ താല്പര്യമുള്ള, ഇങ്ങനൊരു മുദരിസാകാൻ താല്പര്യമുള്ള ബിരുദധാരികളായ നല്ല സന്മനസ്സുള്ളവർ, സുമനസ്, അവരെ നമ്മൾ ഹാപ്പി സോൺ വെയിറ്റ് ചെയ്യുകയാണ്, അവരെ ക്ഷണിക്കുകയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സേവനം നമ്മുടെ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി, നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാകാൻ വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം, എൻ്റെ ഒരു ദർസി സേവനത്തിലൂടെ എന്താണ് സമൂഹത്തിന് നേട്ടമുണ്ടായത്, സമൂഹത്തിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കി എന്ന് ഒരു ചോദ്യം ഉയർന്നാൽ ആ മനസ്സാക്ഷിയിലെ ചോദ്യത്തിന് തന്നെ കൃത്യമായ ഉത്തരം നൽകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു പ്രോഗ്രാം നാം മുദരിസുമാർക്ക് വേണ്ടി അസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നടപ്പിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് യു ആർ വെൽക്കം. മർഹബം ബിക്കും ജമീഅൻ.